അതിവിശിഷ്ട റെയിൽവേ സേവാ പുരസ്കാരത്തിന് അർഹനായ ടിജോ കുര്യാക്കോസാണ് കഥാപാത്രം. അനേകം ജീവനുകൾ രക്ഷിച്ച പാരമ്പര്യം ടിജോയ്ക്ക് കൊടുക്കുന്നത് സേവന രംഗത്ത് മലയാളികൾക്ക് ഇദ്ദേഹം ഒരു അഭിമാനമാണ്. ഇതാണ് ടിജോ കുര്യാക്കോസ്, ചങ്ങനാശ്ശേരി സ്വദേശി, പെരമ്പൂർ ലോക്കോ വർക്ക്ഷോപ്പിലെ സീനിയർ ടെക്നീഷ്യൻ. തന്റെ ജോലിയിൽ ഒതുങ്ങിക്കൂടി സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ ടിജോ തയ്യാറല്ല. സെന്റ് ജോൺസ് ആംബുലൻസ് എന്ന സന്നദ്ധ സേനയിലെ അംഗമാണ്. ദുരന്തമുഖത്ത് എവിടെയും ടിജോ പാഞ്ഞെത്തും. ഒരു രണ്ട് വലിയ ഫയർ ആക്സിഡന്റ് കൂടെ ഉണ്ടായി. ആ ഫയർ ആക്സിഡന്റ് ഒന്ന് വന്നിട്ട് SND വർക്ക്ഷോപ്പിന്റെ ഗോഡൌണിലും ഒന്ന് കാരജൻ ലോക്കോ വർക്ക്ഷോപ്പിനകത്തുമാണ് നടക്കുന്നത്. അപ്പൊ അതിനകത്ത് രണ്ടുപേർക്കും തമിഴ്നാട് ഫയർഫോഴ്സ് ടീം എഴുതുന്നതിന് മുന്നേ തന്നെ നമ്മുടെ റെയിൽവേയുടെ ഫയർ എഞ്ചിൻ എടുത്തുകൊണ്ട് പോവുകയും അത് കൺട്രോൾ ചെയ്തിട്ട് അതിനകത്ത് ഒരുപാട് മെറ്റീരിയൽ സേവ് ചെയ്യാൻ പറ്റി. അപ്പൊ അത് ഒരുപാട് രൂപയുടെ മെറ്റീരിയലാണ് നമ്മൾ സേവ് ആക്കി കൊടുത്തത് റെയിൽവേക്ക് വേണ്ടിയിട്ട്. 16 വർഷത്തെ സേവന കാലയളവിൽ 50-ലധികം ജീവനുകൾ രക്ഷിക്കാനായെന്ന് ടിജോ പറയുന്നു. കോവിഡ് കാലത്ത് ആരോരുമില്ലാതെ മരിച്ച 42 പേരുടെ മൃതദേഹം സംസ്കരിച്ചത് ടിജോയുടെ നേതൃത്വത്തിലാണ്. ബീച്ച് സ്റ്റേഷനിലുണ്ടായ അപകടത്തിൽ ട്രാക്കിൽ തെറിച്ചു വീണ മനുഷ്യനെയും ചുമന്ന് 1.5 കിലോമീറ്ററാണ് ഇദ്ദേഹം നടന്നത്. നടന്നൊരു ട്രെയിൻ ആക്സിഡന്റ് സമയത്ത് അവിടെ ട്രാക്കിനകത്ത് രാത്രി 1 മണിയോട് ഒരാൾ ട്രെയിനിൽ നിന്ന് കാല് വീഴുകയും അദ്ദേഹത്തിന് 2 കാലും അറ്റുപോയി അവിടെ കിടന്ന് നിലവിളിക്കുകയും ചെയ്തു. അത് ഒരാൾ രാത്രി 12 മണിക്ക് നമ്മൾ നിലവിളിക്കുന്ന ശബ്ദം കേട്ടു, ഒന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരാൾ ബോധരഹിതനായി കിടക്കുകയും അദ്ദേഹത്തെ ഞാൻ എന്റെ ഷോൾഡറിൽ എടുത്തുകൊണ്ട് പോയി ഏകദേശം 1.5 കിലോമീറ്റർ ട്രാക്കിൽ കൂടെ നടന്ന് അപ്പോൾ ഒരു ട്രെയിൻ വരുന്നുണ്ടായി. ആ ട്രെയിനിൽ അദ്ദേഹത്തെ കയറ്റി തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ എത്തിച്ച് അദ്ദേഹത്തെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ടിജോയുടെ ഈ ഡയറിയിലെ ഓരോ താളുകൾക്കും ഓരോ രക്ഷാപ്രവർത്തനത്തിന്റെ കഥ പറയാനുണ്ട്. രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു കാലിന്റെ വിരലുകൾ നഷ്ടമായി. എങ്കിലും ഓരോ ജീവനുകളും രക്ഷിക്കാനുള്ള ഓട്ടം നിർത്താൻ തയ്യാറല്ല ടിജോ. 24 ചെന്നൈ.